ഏകപക്ഷീയമായി ഒരാൾക്കും അത്തരൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുകയില്ല. പത്രസമ്മേളനത്തിലെ ഒരു ചോദ്യത്തിൻ്റെ മറുപടിയിലല്ല ഇടതുപക്ഷ മുന്നണിയിലെ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഒരു തർക്കത്തിൻ്റെയോ അഭിപ്രായത്തിലെയോ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ ഉപനേതാവ് എന്ന പദവി ഉണ്ടെങ്കിൽ ഏകപക്ഷീയമായി ഒരാൾക്കും അത്തരൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുകയില്ല. മുന്നണി എന്ന തരത്തിൽ ആലോചിച്ചായിരിക്കണം അങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. അതിൻ്റെ പേരാണ് മുന്നണി മര്യാദ എന്നുള്ളത്. വലിയ വലിയ നേതാക്കന്മാർ ആ മര്യാദ പാലിക്കാൻ വലിയ ഉത്തരവാദിത്വവും ഉള്ളവരാണ്. അവരിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അത്തരം മര്യാദകൾ അവർ വലിയ ഉത്തരവാദിത്വത്തോടുകൂടി പാലിക്കും എന്ന് തന്നെയാണ്. ദൗർഭാഗ്യവശാൽ ചില പ്രതികരണങ്ങൾ അതിന് വിരുദ്ധമായിട്ടാണ് ഉണ്ടാകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കുറേയേറെ രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊടുത്ത ഒരു മുന്നണിയാണ്. ആ മുന്നണിക്കകത്ത് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മുതിർന്ന എല്ലാ നേതാക്കന്മാരുടെയും ഉത്തരവാദിത്വവും ബാധ്യതയുമാണ്. എങ്കിൽ മാത്രമേ ഒരു മുന്നണിയായിട്ട് നിലകൊള്ളുകയുള്ളൂ. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഇന്ത്യയിൽ തന്നെ ഇന്ന് നിലനിൽക്കുന്ന മറ്റെല്ലാ കൂട്ടുകെട്ടിനും ഒരു മാതൃകയാവുന്ന കൂട്ടുകെട്ടാണ്. എത്രയോ മുന്നണികളെ ഇന്ത്യ കണ്ടു. ആ മുന്നണികൾക്കെല്ലാം എത്ര നാളുകൾ അതിൻ്റെ ആയുസ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ഒരു മുന്നണിയെ അങ്ങനെ കൊണ്ടുപോകാൻ ആയുസ് ഇല്ലാണ്ടായി തീർന്നതിൻ്റെ കാരണം എന്താണ്? ചില തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ ഓരോ മുന്നണിയെക്കുറിച്ചും മുന്നണിക്കകത്തെ രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചും മുന്നണിക്കകത്തുള്ളവർ തന്നെ അഭിപ്രായങ്ങൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അവിടെയെല്ലാം നമ്മൾ പ്രകടമായി കാണുന്നത് ഒരു മുന്നണിയെ അതിനകത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിൽ കാട്ടിയിട്ടുള്ള പരാജയമാണ്. അത് ഇന്ത്യ മുന്നണിയുടെ അടക്കം കാര്യത്തിലെടുത്താലും പണ്ടുണ്ടായിട്ടുള്ള മൂന്നാം മുന്നണി അടക്കമുള്ള മുന്നണികളെക്കുറിച്ച് നോക്കിയാൽ എല്ലാം കാണാൻ കഴിയുന്നത് ഈ പ്രത്യേകതയാണ്. ഇവിടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോലെ ഒരു രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല കെട്ടുറപ്പോടുകൂടി പടുത്തുയർത്തിയിരിക്കുന്ന മുന്നണി ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്താണ് ആ മുന്നണി രൂപം കൊണ്ടത് തന്നെ. ഏറ്റവും വലിയ വിട്ടുവീഴ്ച ചെയ്ത പാർട്ടി CPI ആണ്. അങ്ങനെ രൂപം കൊണ്ടുള്ള ഒരു മുന്നണിക്കകത്ത് എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന് ഏറ്റവും വലിയ ആവശ്യകതയാണ്, ഒരു രാഷ്ട്രീയ ആവശ്യകതയാണ്. രാഷ്ട്രീയ മുന്നണിയാണ്, അതോടൊപ്പം തന്നെ ആ മുന്നണി കെട്ടുറപ്പോട് നിൽക്കേണ്ട ഒരു രാഷ്ട്രീയ ആവശ്യകതയും കൂടിയാണ്. ആ രാഷ്ട്രീയ ആവശ്യകതയ്ക്ക് നേരെ മുഖം തിരിച്ചു നിൽക്കുന്നത് ഒട്ടും ഗുണകരമാവുകയില്ല എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കിട്ടിയില്ല എങ്കിൽ എന്തോ കടലെടുത്തു പോകും എന്ന തരത്തിലുള്ള ഒരു ധാരണയല്ല. ഇതിനേക്കാൾ വലിയ പദവിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നണിക്ക് വേണ്ടി ത്യജിക്കാൻ തയ്യാറായത്. കേരളത്തിൽ മുഖ്യമന്ത്രിമാർ ഉണ്ടായിക്കൊണ്ടിരുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്ര MLA മാരുണ്ടെന്ന് നോക്കിയിട്ടായിരുന്നില്ല അതിലേക്കെല്ലാം എത്തിയത്. അത്തരമൊരു മുന്നണിയിൽ നിന്നും മാറി ഒരു രാഷ്ട്രീയ മുന്നണിയായി ഇടതുപക്ഷ മുന്നണി രൂപപ്പെട്ടു വന്നപ്പോൾ വന്ന പാർട്ടിയാണ്, മുന്നണി രൂപം കൊടുത്ത പാർട്ടിയാണ് CPI. അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രിയേക്കാൾ എന്തോ മധുരിക്കുന്ന ഒരു പദവിയാണെന്നുള്ളതല്ല അത്. പക്ഷേ അതൊരു മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വേണ്ടുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കേണ്ടുന്ന പരിഗണനകളുണ്ടാകുന്നില്ല. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അർഹതയുണ്ട് പാർട്ടിക്ക്. അപ്പോൾ അനാവശ്യമായതോ അനർഹമായതോ ഒന്നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇക്കാര്യത്തിൽ ഉന്നയിച്ച ഒരു വിഷയം. അതിന് ചർച്ചകളിലൂടെ അത്തരം കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. അതാണ് മുന്നണിയുടെ നേതാക്കന്മാരെല്ലാം തമ്മിലൊരു ധാരണയിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് എത്രയോ പരിപാടികൾ മുന്നണി നടന്നു. അവിടെയെല്ലാം ഈ കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കാം, പിന്നീട് തീരുമാനിക്കാം എന്ന് പറയുന്നതൊരു മാന്യമായ ഒരു നേതൃത്വപരമായ ഒരു ഉത്തരവാദിത്വത്തിൻ്റെയും ധാരണയുടെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യമാണ്. അത് ഒരു പത്രസമ്മേളനത്തിൽ അതിനെല്ലാം തള്ളിക്കളയുന്നു എന്ന് പറയുന്നത് മുന്നണിയുടെ കെട്ടുറപ്പിന് ഗുണകരമാവുന്നുവെന്ന് അല്ല. ഈ പലവിധ ചർച്ചകൾ നടന്നു, കേരളത്തിനകത്ത് നടന്നു, ഇവിടെ ദേശീയ തലത്തിലും MA ബേബിയും D രാജി അടക്കമുള്ള ആളുകൾ ചർച്ച നടത്തി. എന്തുകൊണ്ടായിരിക്കും ഇത്തരം നിരന്തരം ചർച്ച നടത്തിയിട്ടും CPIയുടെ ഒരു ആവശ്യം CPM അംഗീകരിക്കാതെ പോകുന്നു? അല്ല, അതിന് മറുപടി പറയേണ്ടത് പിന്നെ CPMൻ്റെ നിലപാടിനെ കുറിച്ച് പറയേണ്ടത് CPM നേതാക്കന്മാർ തന്നെയാണ്. രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ നിരന്തരമായ ചർച്ചകൾ അനിവാര്യമായി വരും ഒരു പൊതു തീരുമാനത്തിലേക്കും ധാരണയിലേക്കും എത്തുന്നതിന്. ഇക്കാര്യത്തിലും ഒരു ധാരണയിലേക്കും തീരുമാനത്തിലേക്കും എത്തുന്നതിന് ആവശ്യമായ ചർച്ചകളെല്ലാം നടത്തണം. ആ ചർച്ചകൾ നടത്താൻ നല്ല പരിണിതപ്രജ്ഞരായ പക്വതയുള്ള പതിറ്റാണ്ടുകളുടെ അനുഭവ പാരമ്പര്യമുള്ളൊരു നേതൃനിരയാണ് ഇരു പാർട്ടികളുടെയും തലപ്പത്ത് ഉള്ളത്. ആ നേതാക്കന്മാർ ആ പദവിയിലിരുന്നു കൊണ്ട് ആ ഉത്തരവാദിത്വം നിറവേറ്റും. അതിനിടയിൽ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ, ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക എന്ന് പറയുന്നൊരു വലിയ കാര്യത്തെ പുറകോട്ടടിക്കുന്നതും അതിൻ്റെ ഗൗരവം കുറച്ച് കളയുന്നതുമായ ഒന്നാണ്.
അത് മുതിർന്ന നേതാക്കന്മാരിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഇപ്പം സർക്കാർ അധികാരത്തിലേറിയിട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷം പ്രതിപക്ഷത്തെത്തിയിട്ട് 3 മാസത്തോളം ആവുകയാണ്. ഇത്രയും സമയമായിട്ടും ഈ ഒരു പ്രശ്നത്തിൽ പരിഹാരം കാണാൻ സാധിച്ചില്ല. അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു പരാജയമാണെന്ന തരത്തിൽ പല ആരോപണങ്ങളും ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പം ഈ CPM ഈ ഒരു നിലപാട് അത്തരം വിഷയങ്ങളെ ബാധിക്കും? അല്ല, അതൊരു ഇടതുപക്ഷത്തിൻ്റെ പരാജയമൊന്നുമല്ല. ഇടതുപക്ഷത്തിൻ്റെ എന്ത് പരാജയമാണ്? അത് ഭരണകക്ഷിക്ക് അവരുടെ പരാജയങ്ങൾ മറച്ചു പിടിക്കാൻ വേണ്ടി അവർക്ക് കിട്ടുന്ന CPIയും CPM തമ്മിലുള്ള ഒരു ചർച്ചയെ, അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ രണ്ട് പാർട്ടികളുടെ അഭിപ്രായത്തെ ഒരു മറയാക്കി എടുക്കാൻ കഴിയുമോ എന്ന് UDF പരിശ്രമിക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവർക്ക് ഇതിനകത്ത് എന്തെങ്കിലും താല്പര്യം ഉണ്ടായിട്ടോ അവർക്ക് എന്തെങ്കിലും ഗൗരവം ഇതിനകത്ത് കാണുന്നത് കൊണ്ടോ ഒന്നുമല്ല. തങ്ങളുടെ പോരായ്മകളിലും തങ്ങളുടെ ഗുരുതരമായ വീഴ്ചകളെയും മറച്ചു പിടിക്കാൻ ഈ ചർച്ചകളെ ഒന്ന് ഒരു പരിചയമാക്കി മാറ്റാൻ പറ്റുമോ എന്നൊരു നോട്ടമാണ് അവർ നോക്കുന്നത്. അത് അവർ നോക്കേണ്ട കാര്യമൊന്നുമല്ല. ഇത് മുന്നണിക്കകത്തെ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഒരു ചർച്ചയുടെ കാര്യമാണ്. തീർച്ചയായിട്ടും ആ കാര്യം എത്ര സമയം എടുക്കാം, ആവശ്യമായ സമയങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും സമയം ആവശ്യമുണ്ട് എങ്കിൽ ആ സമയം എടുത്തുള്ള ചർച്ചകളൊക്കെ ആവാം. ആ ചർച്ചകളിലൂടെ പരിഹരിക്കേണ്ട ഒരു കാര്യത്തെ പത്രസമ്മേളനത്തിലെ ഒരു ചോദ്യത്തിൻ്റെ മറുപടിയായി പറഞ്ഞ് തീരുമാനമാക്കുക എന്നതിനോട് CPIക്ക് യോജിക്കാൻ കഴിയില്ല. പത്രസമ്മേളനത്തിലെ ഒരു ചോദ്യത്തിൻ്റെ മറുപടിയിലല്ല ഇടതുപക്ഷ മുന്നണിയിലെ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഒരു തർക്കത്തിൻ്റെയോ അഭിപ്രായത്തിലെയോ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത്.